ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനിലുടനീളമുള്ള ഇന്റർനെറ്റ് ബന്ധത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതെ, ജനങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചുവെക്കുവാനായി ഒരു രാജ്യത്തെ ഇന്റർനെറ്റിനെ തന്നെ തടസ്സപ്പെടുത്തുക. ഇതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെ അജ്ഞാതർ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത്. എന്നാൽ വലം കൈയായ ചോട്ടാ ഷക്കീലിൽ നിന്നും ചില ലീക്ഡ് ഫോൺ കോൾസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ദാവൂദ് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ്. ദാവൂദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിലും ഇത്തവണ എല്ലാവരും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചുപോയി. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പരമ്പര തന്നെയാണ്. ഇന്ത്യയുടെ ശത്രുക്കൾ, അത് ലഷ്കറയോ ഹിസ്ബുള്ളയോ ജയ്ഷയോ ഖാലിസ്ഥാനോ എന്ന് വ്യത്യാസമില്ലാതെ ഒന്നൊന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ സിഐഎ തീറ്റിപ്പോറ്റുന്ന ഖാലിസ്ഥാൻ തീവ്രവാദി പന്നുവിനെ അമേരിക്കയുടെ മൂക്കിൻ തുമ്പത്ത് വെച്ച് തന്നെ തീർക്കാൻ പോയ ഇന്ത്യൻ ഏജന്റ് നിഖിൽ ഗുപ്ത പിടിക്കപ്പെട്ടത് ഈ അടുത്തിടയ്ക്കാണ്. പിന്നെ എന്തിനാണ് പാകിസ്ഥാൻ ഇന്റർനെറ്റിനെ തടസ്സപ്പെടുത്തിയത്? അതേ ദിവസം തന്നെ ജയിലിൽ കഴിയുന്ന മുൻ PM ഇമ്രാൻഖാന്റെ പാർട്ടി വരാൻ പോകുന്ന ഇലക്ഷന് മുൻപായി ഒരു വിർച്വൽ റാലി നടത്തിയിരുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനു വേണ്ടിയാണ് പാക് ആർമി രാജ്യത്തെ മുഴുവൻ ഇന്റർനെറ്റിനെയും സ്ലോ ഡൗൺ ചെയ്തത്.